Thank you, Jesus. Hallelujah. Praise to Jesus. Oh, Rimama Shanteke Bele Karasukolo. Hallelujah. നല്ല കർത്താവേ, നല്ല യേശുവേ, നല്ല ദൈവമേ, നല്ല ദൈവമേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന രാജാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മഹോന്നതനായ ദൈവമേ, മഹോന്നതനായ ദൈവമേ, മഹോന്നതനായ ദൈവമേ, മഹോന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു രാജാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ നല്ല രാത്രിക്കായി നന്ദി, ഈ നല്ല നിമിഷത്തിനായി നന്ദി. യേശുവേ, ഈ നല്ല സമയത്തിനായി നന്ദി. ഹല്ലേലൂയ. ഹോറബലബശന്തല പ്രഗത ജഗൽകമനി അധുരി പ്രഗത്കമാന ശംദേരിയാന്തന രഗതരഗ ജഗൽകമനി അധുരി പ്രഗൽകമാന ശംദേരിയാന്തുന രഗതരഗ ജഗൽകമനി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹൗഡരബശന്തലബ ലാബറഖതലഗോശന്തയ റിയാൽ ഖമാനഗ ബൗഷധീബ ഹന്ദൽ ഖമാന ഓ റഹദബൽ ഖമാന ശംദേരിയാന്തുന രഗതരഗ ജഗൽകമനി. ജീസസ്. ഹൗറബലനഗദഗ ശംതുന ഹസ്താരഗർത്തുന ബ്രിഗത്കനഗദ ജഗൽകനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Lord. Thank you, Jesus. Oh, Rama Shamde. Hallelujah. Salbrakha Yehovah. Liyanto Rebalkanagasiana. Shaude Brigatkamana. യേശുവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ശക്തി, ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യേ അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, സകല നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ. ഹൗറഖതലബശന്തലബബബ റാൽബഖതലബബബ ശന്തേരെ ഓ റാസൽഖബ ശന്തേലെ റിയാന്തലബബ ശഖേത ഹോ റിയാന്തരലഗദ രഗദ ശംതുനി ഹതൽകമാന ശംതുനി അൽകാ റിഗർത്തുന റഗൽകമന ശംതുന ഹോ റബ ശന്തേലിയാതരല ബൗഷസിയ ഹുഡബനഗ ശംതുന റിഗർത്തുന റിയൽകമന ശംതുന ഹൗറമദൽ ഖമന രഗദ ശംദേ റിയാർത്തുന ലഗ ജഗഡഗ ശൈഡസ് ബ്രിഗദ രഗ ജഗൽ കമനഗ ശംതുനി. കർത്താവേ, ഇന്ന് വചനത്തിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരണമേ. ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് വചനത്താൽ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ. കർത്താവിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അൽക്കാർ ആൽഖമാസിയാന്തരഖ ബൗഷസ് റിയാന്തൽ ബ്രഗാത്ഖമനഗഡഗ അധുരി ബ്രിഗൽകനാദര ശംദേ ബ്രിഗൽകനഗദര അധുരി റിയാന്തല രഗദ രഗദ ജഗൽകമനി ഹോ രഗദ രഗ ജഗൽകമന ഹംദ രഗർത്തുന ലഗദ രഗദ ശംധേ റിയാന്തുന. എല്ലാ ദൈവമക്കളും ആത്മനിറവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആത്മനിറവിൽ ഷൈഡരഗദൽ കനഗദരെ അത്ഭുത ബ്രിഗത്കനാദരഗദഗ ശംധേനിയ അധുരിഗദരഗ ജഗൽ കനഗദര ബൗഷസിയ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ഓ ജീസസ്, 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 ജീസസ്. ഹോ റഫഹബലഖതയോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന, വചനപ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന, ദൈവമഹത്വം വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന സകല മേഖലകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് മാറ്റുന്നു. ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ. ഒരു അനുഗ്രഹത്തിൻ്റെ സന്ദേശത്തിന് തടസ്സം നിൽക്കുന്ന, ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിന് തടസ്സം നിൽക്കുന്ന സകല ദുഷ്ടവ്യാപാരങ്ങളെയും
നസറയനാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനെ ബന്ധിച്ച് തകർക്കുന്നു. അതിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിഷ്ക്രിയമാക്കുന്നു. ശത്രുവിൻ്റെ സകല പദ്ധതികളെയും യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിച്ച് തകർക്കുകയാണതിനെ. ഈ മീറ്റിംഗ് ഞങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബ്രേക്ക് ത്രൂ ആയി മാറുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മഹാ അനുഗ്രഹത്തിൻ്റെ കലവറകൾ ഇന്ന് തുറക്കപ്പെടുവാൻ, അതിന് തടസ്സം നിൽക്കുന്ന സകലതും യേശുവിൻ്റെ നാമത്തിൽ തകരുവാൻ, ശത്രുവിൻ്റെ സകല ഉന്നവും തകരുവാൻ, ശത്രുവിൻ്റെ സകല പദ്ധതിയും തകരുവാൻ ഇന്ന് സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ തിരുവുള്ളത്താൽ ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുത്തെ മഹത്വത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ. യേശുവിൻ നാമത്താൽ, യേശുവിൻ നാമത്താൽ, യേശുവിൻ നാമത്താൽ, യേശുവിൻ നാമത്താൽ, യേശുവിൻ നാമത്താൽ, യേശുവിൻ നാമത്താൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. Thank you God. Hallelujah. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും, പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും, എല്ലാ ദൈവമക്കളും ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. Hallelujah. 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 Ho Ramashamdene. Ho Ralabakashanteleba. Hallelujah. 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 Ho Rimamashikala Baba Baba. യേശുവേ, ഞങ്ങളുടെ ഈ സന്ദേശത്തിൽ, ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ യേശുപ്പച്ച 5 വൻകരകളെയും തൊടുന്ന ഒരു വലിയ മഹത്വത്തിന്റെ ശക്തിയായി ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 വൻകരകളെയും തൊടുന്ന ഒരു ദൈവശക്തി, സകല ഭവനങ്ങളെയും തൊടുന്ന ഒരു ദൈവശക്തി, സകല മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു മഹാസാന്നിധ്യം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകളുടെ മേലുള്ള സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യെസ്. വലിയൊരു ദൈവമഹത്വം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടട്ടെ. വലിയൊരു ദൈവമഹത്വം ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ചതിനെ ബന്ധിക്കുന്നു. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Shatayaba Katala Mariantala.
Thank you, God. Holy Spirit, Mahaprabhushase. Thank you, Jesus. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ വിശ്വസ്തനാകുന്നു കർത്താവേ. ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നതിൻ്റെ കാരണം ഓരോ ദിവസവും ആ ദൈവിക വിശ്വസ്തത, ആ ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുന്നത് കൊണ്ടാകുന്നു കർത്താവേ. നീ എത്ര നല്ല ദൈവമാ, അങ്ങ് എത്ര നല്ല ദൈവമാപ്പാ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. പാടാൻ പറ്റുമോ? എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. ആ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത, ആ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും നമ്മുടെ നടുവിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നല്ലോ ദൈവമക്കളെ. അല്പസമയം ആ കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കാൻ കാതുകളെ ഒന്ന് നിങ്ങൾ തുറന്നു കൊടുക്കുക. ആ ദൈവസാന്നിധ്യം എൻ്റെ അരികിൽ വരുന്നു എങ്കിൽ, വന്നിട്ടുണ്ട് എങ്കിൽ, ഇന്ന് ഞാനത് അറിയാതെ പോകരുത് എന്ന നിർബന്ധത്തോടെ ആ ശരീരത്തെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. എന്നോട് എന്തെങ്കിലും കർത്താവ് സംസാരിക്കുന്നുവെങ്കിൽ ഞാനത് തിരിച്ചറിയാതെ പോകരുത്, ഞാനത് ഗ്രഹിക്കാതെ പോകരുത് എന്ന നിർബന്ധത്തോടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓ റിഖരമശിഖബന ബൗഠന ലഗദശ്യാന്ത. Thank you, God, for your presence. Lima sekologos idbarani huwa pavarle. ദൈവമേ, നീ മഹത്വത്തിന് യോഗ്യൻ, നീ മഹത്വത്തിൽ വസിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ സൂമിലും യൂട്യൂബിലുമായി ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ കർത്താവിൻ കയ്യിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. 2 ഫ്ലോറുകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 2 പ്ലാറ്റ്ഫോമിന്മേലുമുള്ള സകല ശത്രുവിൻ്റെ ഉന്നത്തെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അതിനെ സഭയായി തകർത്തു മാറ്റുകയാണ്. സകല മെസ്സേജുകളുടെ മേലും സ്വർഗത്തിൻ്റെ ചിറകുകൾ വെച്ച് ലോക രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് കർത്താവ് ആ വചനത്തെ അയച്ച് ഒരു ഉണർവ് കർത്താവ് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹിമപ്പെടണം. വരാനുള്ള എല്ലാവരെയും കർത്താവ് വേഗം കൂട്ടി വരുത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് വിശ്വസ്തനാണ്. അവിടുത്തെ സ്നേഹം ഓരോ ദിവസവും അനുഭവിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളെല്ലാവരും സുഖത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരും എന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചു പേരെങ്കിലും കാണും ആദ്യമായിട്ട് ലൈവ് സർവീസിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസവും നമുക്ക് 2 നേരം മീറ്റിംഗ് ഉണ്ട്.
രാവിലെയും വൈകുന്നേരവും നമുക്ക് ദൈവവചനം കേൾക്കാനുള്ള അവസരത്തോടൊപ്പം ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് മുടക്കങ്ങളില്ലാതെ നമുക്ക് ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. ഇത് ഡെയിലി മീറ്റിംഗ് ആണ്, റെഗുലർ മീറ്റിംഗ് ആണ്. എല്ലാ ദിവസത്തെയും വൈകുന്നേരത്തെ ആരാധനയിലാണ് നിങ്ങളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്ത മെസ്സേജ് യൂട്യൂബിൽ തന്നെയുണ്ട്. നിങ്ങൾ പലരും അത് കാണുന്നു, നിങ്ങൾ അത് അനുഗ്രഹമാകുന്നു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. ഒപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ പങ്കുവെക്കണമെന്നും ഈ വീഡിയോയെ നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യുക. അത് ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വളരെ സുപരിചിതമായ ദൈവവചനമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വചനം ഞാൻ എടുത്തപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ആശയം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. ഈ വചനം ഞാൻ ഇന്ന് ശുശ്രൂഷിക്കാൻ എടുത്തോട്ടെ കർത്താവേ എന്ന് ഞാൻ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വചനമാണ് നീ എടുക്കേണ്ടത്. കാരണം ഈ വചനത്തിനകത്ത് നിന്ന് എനിക്ക് എൻ്റെ ജനത്തോട് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ ജനത്തോട് ചില കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്ന ആ ചിന്തയാണ് നിങ്ങളുമായി ഞാൻ ഇപ്പോൾ പങ്കുവെച്ചത്. ദൈവം എന്നോട് പറഞ്ഞു, ഈ വചനത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ജനത്തെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. ദൈവത്തിന് നിങ്ങളോട് ഇന്ന് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ പാർട്ട് ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ പാർട്ട് ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്. ദൈവത്തിൻ്റെ പാർട്ട് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പലരും അത് ചോദിച്ച ദൈവസന്നിധിയിൽ വെച്ചിട്ടുള്ള കാര്യമാണ്, ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടിയുമായിട്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ നിങ്ങളോട് ഇടപെടാനായി പോകുന്നത്. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. നിങ്ങളെ ശുശ്രൂഷിക്കാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഇരിക്കുന്ന ജനത്തിൻ്റെ ഒരുക്കവും പ്രാർത്ഥനയും സഹകരണവുമാണ് ഇവിടെ ഇരിക്കുന്ന വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അല്ല, നമ്മളിവിടെ ഒന്നും കുത്തി നിറച്ചുകൊണ്ടല്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മാത്രമാണ് ഇതിനകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ചോദിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. വീഡിയോ ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്ക് കേട്ടതിന് ശേഷം ലൈക്ക് ചെയ്യുന്നവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഞാനിതൊരു ശീലമാക്കി മാറ്റും. ആമേൻ. പ്രൈസ് ടു ജീസസ്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനുമായി സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം, ആർക്കെങ്കിലും എന്നോട് പരിഭവം ഉണ്ടോ? ഇല്ല. എല്ലാവരുടെ മുഖം ചിരിച്ചാണല്ലോ ഇരിക്കുന്നത്. സുഗത ആൻറ്റിക്ക് ഇച്ചിരി പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല 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 ഇല്ല. താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സുഗത ആൻറ്റി. വെരി നൈസ് ടു സീ യു. സിബിൻ, സ്മിത സിസ്റ്റർ, പ്രസന്ന സിസ്റ്റർ, ബീന ആൻറ്റി, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ഷെർലി, ഡെയ്സൺ ആൻറ്റി, മിലൻറ്റ്, മൃദുല സിസ്റ്റർ, എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. യൂട്യൂബിലുള്ള എല്ലാ വ്യൂവേഴ്സിനും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂടപ്പിറപ്പുകൾക്കും, എൻ്റെ അമ്മമാർക്കും, സഹോദരിമാർക്കും, സഹോദരന്മാർക്കും, ജ്യേഷ്ഠന്മാർക്കും എല്ലാവർക്കും വന്ദനം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് മീറ്റിങ്ങിന് അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ വിശ്വസിക്കുമോ? കർത്താവ് എന്നെ തൊടും. കർത്താവ് എന്നെ തൊടും എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളെ തൊടും എന്ന് പറയാനാ പറഞ്ഞത്. കർത്താവ് നിങ്ങളെ തൊടും. വിശ്വസിക്കുന്നോ നിങ്ങൾ? എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. നമുക്ക് ചില വേർഡ് എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കത് അറിയാൻ പറ്റും. എല്ലാ ദിവസവും ഞാൻ ആ ഉറപ്പിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ചില വേർഡിനോട് ഒരു പ്രത്യേക ഒരു അറിയാമല്ലോ, നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പുഷപ്പ് കാണാം, അകത്തുനിന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കാണാം. അതുണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഞാൻ പറയാനിരിക്കുമ്പോൾ. ആമേൻ. സമയം കളയുന്നില്ല. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാകാൻ സാധ്യത. അതൊന്നും അല്ല എൻ്റെ ഇന്നത്തെ, അത് വിട്ടേക്കുക. അതൊന്നും അല്ല എൻ്റെ ഇന്നത്തെ ചിന്ത. കർത്താവ് എന്നെ ചിന്തിപ്പിച്ച കാര്യം അതൊന്നും അല്ല. അബ്രഹാം ദേശം, അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു,
അതൊക്കെ സത്യമാണ്, അതൊക്കെ സത്യമാണ്. എന്നെ ചിന്തിപ്പിച്ച കാര്യം അതൊന്നുമല്ല. അത് ഈ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്, അവിടെ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഞാനായിട്ട് കൊടുക്കുകയാണ്, ബൈബിളിലില്ല, ഞാനായിട്ടൊരു ഫുൾ സ്റ്റോപ്പ് സംസാരിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുക. വിട്ട്. പശ്ചാത്തലം, അബ്രഹാമിന്റെ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ്. അബ്രഹാമിയ ഉടമ്പടിയായിട്ട് നമുക്കിതിനെ, ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. അബ്രഹാമിന് ദൈവം സംസാരിക്കുന്ന ഒരു വാഗ്ദത്തമായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതൊക്കെയാണ് പശ്ചാത്തലം. എൻ്റെ ഇന്നത്തെ മെസ്സേജ് കർത്താവ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത് 2 വട്ടം ചിന്തിക്കാതെയാണ് ഇന്നത്തെ ടൈറ്റിൽ ഞാൻ ഇട്ടത്. നീ ഒരു അനുഗ്രഹമായി മാറും. നീ ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് ഈ ഒരു ടൈറ്റിൽ ഞാൻ ഇട്ടത് 2 വട്ടം ചിന്തിക്കാതെയാണ്. നേരെ വന്നപ്പോൾ കർത്താവ് തന്ന വചനവും ഇത് തന്നെയാണ്. എൻ്റെ ചിന്ത ഇതാണ്, ഞാനും നിങ്ങളുമൊക്കെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ പലതും വിട്ട് കളയുന്നതാണോ, പലതിനെയും നേടി മുമ്പോട്ട് പോകുന്നതാണോ അനുഗ്രഹം എന്ന് പറയുന്നത്? നമ്മൾ സ്വയബുദ്ധിക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും വിടുന്നതല്ല, എല്ലാം നേടുന്നതാണ് അനുഗ്രഹം. സത്യമല്ലേ? അങ്ങനെയല്ലേ? എല്ലാം നേടുന്നതാണ് അനുഗ്രഹം. നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാണ്? ഇല്ലാത്തത് നേടാനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാണ്? ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാണ്? ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല, അവർ അനുസരണക്കേട് കാണിക്കുന്നു, അവർ വിധേയപ്പെടുന്നില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് അവനെ നേടണം കർത്താവേ, അവനെ അങ്ങയിലേക്ക് നേടണമേ, അവനെ അങ്ങ് തൊടണമേ, അവനെ അങ്ങ് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കർത്താവേ അവൻ വിട്ടുപോണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. പക്ഷേ വ്യത്യസ്തമായ ഒരു ദൈവശബ്ദമാണ് അബ്രഹാമിന്റെ കാതുകളിൽ കേൾക്കുന്നത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. അപ്പോ ഇത് ദൈവമാണ് അബ്രഹാമിനോട് സംസാരിക്കുന്നത്, 2 പക്ഷമില്ല. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം താങ്കൾ കേട്ടോണ്ടിരിക്കുന്നത് ഒരു ദീപുവിന്റെ മെസ്സേജ് ആയിട്ടല്ല, അത് റിയൽ ഹോളി സ്പിരിറ്റ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുകയാണെന്ന് നിങ്ങളിൽ മനസ്സിലാക്കുന്നവർക്ക് ഇന്നത്തെ ഈ സന്ദേശം ഭയങ്കരമായ ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും, ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. അപ്പോ ഇവിടെ ദൈവം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നത് വിട്ടുപോകുന്നത് കൊണ്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. വിട്ടുപോകുന്നത് കൊണ്ടുള്ള. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ നിന്റെ ദേശത്തെയും. അപ്പോൾ അബ്രഹാം ഇപ്പോൾ താമസിക്കുന്ന ഒരു ദേശമുണ്ട്. ആ ദേശത്തിനു ചുറ്റും അബ്രഹാമിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ തേരഹുണ്ട്, അവിടെ ലോത്തുണ്ട്. അവിടെ ലോത്തിനെ ഒന്നും വിട്ടേച്ചു പോകുന്നില്ല. അബ്രഹാമിൻ്റെതായിട്ടുള്ള ബന്ധുക്കൾ, അബ്രഹാമിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ, അബ്രഹാമിൻ്റെതായിട്ടുള്ള ആൾക്കാർ, അബ്രഹാം വണങ്ങിപ്പോന്നിരുന്ന ബിംബങ്ങൾ എല്ലാം തിങ്ങി നിറഞ്ഞിരുന്ന ഒരു ദേശത്ത് വെച്ചാണ് അബ്രഹാം ദൈവശബ്ദം കേൾക്കുന്നത്. ഗ്ലോറി. അങ്ങനെ ദൈവശബ്ദം കേട്ടിട്ടുള്ള അബ്രഹാമുമാർ ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നുണ്ട്. ഗ്ലോറി ടു ജീസസ്. അങ്ങനെ ദൈവശബ്ദം കേട്ട ഒരുപാട് പേരോട് കൂടെ താമസിച്ചതിൻ്റെ നടുവിൽ വെച്ച് ദൈവത്തെ അറിഞ്ഞ, ഒരുപാട് ബന്ധങ്ങളുടെ ഇടയിൽ വെച്ച് ദൈവത്തെ പരിചയപ്പെട്ട്, ഇപ്പോൾ ദൈവത്തെ പരിചയപ്പെട്ടത് കൊണ്ട് മാറി നിൽക്കുന്ന അബ്രഹാമുമാർ ഇന്ന് രാത്രിയിൽ കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ഇതിന്റെ നടുവിൽ വെച്ചല്ലേ ദൈവമേ നീ വാസ്തവത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കേണ്ടത്? ഇവരുടെ കൺമുമ്പിൽ വെച്ചല്ലേ ദൈവമേ നീ വാസ്തവത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കേണ്ടത്? എന്താണ് നീ നിൽക്കുന്ന ദേശവും അവിടുത്തെ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനവും നീ കൈ മുതലും കൂടെ ഒഴിവാക്കിയേച്ച് നീ ഇറങ്ങണം എന്ന് പറയാനുള്ളതിന്റെ കാരണം? ഹല്ലേലൂയ.
അവരുടെയൊക്കെ നടുവിൽ വെച്ച് മാനിക്കുമ്പോൾ അവരും കൂടെ ദൈവത്തിൽ വിശ്വസിക്കുകയില്ലേ? അവരുടെ ഇടയിൽ വെച്ച് ഇവനെ ആളുമാറിയവനാക്കുമ്പോ അവരും കൂടെ ദൈവത്തിൽ വിശ്വസിക്കുകയില്ലേ? അവരുടെ നടുവിൽ വെച്ച് ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ദൈവത്തെ അബ്രഹാമിന്റെ ചാർച്ചക്കാരും പിതൃഭവനും കൂടെ വിശ്വസിക്കുകയില്ലേ? ദൈവത്തിന് അബ്രഹാമിനെ മാത്രമല്ലല്ലോ, മറ്റൊരുപാട് പേരെയും നേടാമല്ലോ ദൈവമേ. പിന്നെ എന്തിനാണ് അങ്ങ് നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഉൾപ്പെടെ വിട്ട് ഇറങ്ങണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്? ദൈവത്തിന് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കെയർ ഓഫ് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം ഒരു വ്യക്തിക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിനക്ക് മറുപടി കിട്ടിയത് എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം ഒരു വ്യക്തിക്ക് ഒരു അനുഗ്രഹം സിദ്ധിച്ച് കൽപ്പിച്ചു കൊടുത്താൽ നീ ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയിൽ താമസിച്ചത് കൊണ്ടാ ഇന്ന് നീ ഈ നിലയ്ക്കായതെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവിടെ വെച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്താൽ ഈ മണ്ണില് ചവറിട്ടാലും പൊന്നു വിളയൂ എന്ന് പറയുന്നത് പോലെ നീ ഇവിടെ താമസിച്ചത് കൊണ്ടാ ഇന്ന് ഈ നിലയ്ക്ക് എത്തിയതെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നീ ഈ കൂട്ടരുടെ ഇടയിൽ വെച്ച് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ആ ദൈവമല്ല, നമ്മുടെ കുലദൈവങ്ങളാണ് നിന്നെ അനുഗ്രഹിച്ചതെന്ന് അബ്രഹാമേ നിന്റെ പാരമ്പര്യം പറയാനുള്ള സാധ്യതയുണ്ട്. അത് സത്യദൈവത്തിന് ഇഷ്ടമല്ല. നീ ആ ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ദൈവങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ നിനക്കുണ്ട്. അത് നീ മറക്കണ്ട അബ്രഹാമേ എന്ന് നാളെ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്ന ബന്ധുക്കളും ചാർച്ചക്കാരും ദേശക്കാരും അയൽവാസികളും ഒക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതെന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. പ്രൈസ് ടു ജീസസ്. നാളെ ഈ മണ്ണിൽ വെച്ച് ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് നിനക്ക് കുഞ്ഞുങ്ങൾ പിറന്നു കഴിഞ്ഞാൽ, നിശ്ചയമായിട്ടും അത് നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. നോക്കൂ, സ്വന്തക്കാരുടെ ഇടയിൽ കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും കേട്ടോ. സ്വന്തക്കാരുടെയും ഞാൻ അതുകൊണ്ട് ആരെയും വിട്ടേച്ചു പോകാനല്ല ഞാൻ പറയുന്നത്. ഞാൻ അബ്രഹാമിന്റെ ചരിത്രത്തെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അബ്രഹാമിനെ ദൈവം മാറാൻ പറഞ്ഞു? ഞാൻ അതിനുള്ള സാധ്യതകൾ ദൈവം എനിക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവരുടെ കൺവെട്ടത്ത്, മറ്റുള്ളവരുടെ ഭൂമിയിൽ, മറ്റുള്ളവരുടെയും കൂടെ അവകാശമുള്ള സ്ഥലത്ത്, മറ്റുള്ളവരും കൂടെ അധ്വാനിക്കുന്ന ഇടത്ത്, മറ്റുള്ളവരുടെയും കൂടെ നിലത്തിൽ നാം നിന്ന് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾക്ക് കെയർ ഓഫുകൾ കൂടുതലായിരിക്കും. ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാ ഇതെന്ന് പറഞ്ഞു തരും. ഞങ്ങളുടെയും കൂടെ പ്രാർത്ഥന ഉള്ളോണ്ടാ, ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാ, ഞങ്ങളുടെയും കൂടെ സപ്പോർട്ട്. ഇതിങ്ങനെ കെയർ ഓഫ് എന്ന് വെച്ചാൽ അനുഗ്രഹത്തിന് ഒരുപാട് ടാഗുകൾ കാണും. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം റിയലായിട്ട് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. സ്വർഗത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഈ പുസ്തകത്തിൽ ദൈവം ഒന്നും വിടാതെ വള്ളി പുള്ളി തെറ്റാതെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. എന്തുകൊണ്ട് ദൈവമേ അവർ കാണുക നീ എനിക്ക് മറുപടി തന്നില്ല എന്ന് ചോദിക്കുന്ന സഹോദരിയെ, അവർ കാണുക ഒരു മറുപടി നൽകുന്നതല്ല എൻ്റെ ദൈവത്തിന്റെ പദ്ധതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ അറിയൊക്കെ നിനക്കൊരു മറുപടി നൽകി നിന്നെ ആളുമാറിയവനായി അവരുടെ മുമ്പിൽ കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കുക. അബ്രഹാം പിതൃഭവനത്തിലും ദേശത്തിലും ചാർച്ചക്കാരുടെയും ഇടയിൽ വെച്ചാണ് ബൈബിളിൽ അനുഗ്രഹിക്കപ്പെട്ടത് എങ്കിൽ ഇന്ന് അബ്രഹാം സ്വർഗത്തിൽ ഏറ്റവും വലിയൊരു പദവിയിൽ ഇരിക്കുകയുമില്ല. അബ്രഹാമിന്റെ മടിത്തട്ടിൽ ഇന്ന് ആരും ഉറങ്ങുകയുമില്ല. അബ്രഹാം ബഹുജാതികളുടെ പിതാവാകുകയുമില്ല. ഇവിടെ കെയർ ഓഫ് പറയാനില്ലാതെ, കടിച്ചു വലിക്കാനില്ലാതെ,
അവകാശം ചൊല്ലാനില്ലാതെ ദൈവത്തിന്റെ മാത്രം അബ്രഹാമായി മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഓക്കെ. ഇന്റർനെറ്റ് ബ്രേക്ക് ആയതാ. സ്തോത്രം. അപ്പോ നിങ്ങളിൽ പലരും ഇന്ന് കരുതുന്നുണ്ടാകും, ഒരു ദൈവശബ്ദം ഇതുപോലെ കേട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇന്ന് ഞങ്ങൾക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയുക, ഒരു ദൈവശബ്ദം വെളിപ്പെടുന്നതിന്റെ പിന്നിൽ ഇത്യാദി ഉദ്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ നിന്നെടുത്ത് തന്നെ നിന്നിരുന്നു എങ്കിൽ, നിങ്ങൾ തുടർന്ന് കൊണ്ടിരുന്നത്, നിങ്ങൾ ആചരിച്ചു വന്നത് തന്നെ നിങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോയി എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്താൽ ഒരു മാനം നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയത്തില്ല. ഗ്ലോറി ടു ജീസസ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളിൽ പലരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു ദൈവശബ്ദം വെളിപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് നിന്നെ വെളിപ്പെടുത്താൻ പോകുകയാണ്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. ഇപ്പൊ നമ്മൾ ദേശത്തെയും ചാർച്ചക്കാരെയും വിടുന്ന ഭാഗം വരെ എത്തി. ദൈവശബ്ദത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദൈവം വിടാൻ പറയുന്നത് വിട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹം. നമ്മുടെ മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ലാംഗ്വേജിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ, ഉപേക്ഷിക്കുന്നത് നഷ്ടവും നേടുന്നത് ലാഭവും എന്നാണ്. എന്നാൽ ബിബ്ലിക്കൽ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വിടുന്നത്
അനുഗ്രഹവും വരുന്നത് നഷ്ടവും എന്ന കണക്കിൽ പറയേണ്ടി വരും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭമെന്ന്, നല്ലത് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതും ഇതേ തിയറട്ടിക്കൽ ടേമിൽ തന്നെയാണ്. നോക്കൂ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണമെന്നുണ്ടെങ്കിൽ നീ ജനിച്ച് വളർന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഇടയിൽ നിന്ന് നീ മാറിയേ പറ്റുകയുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഈ ദൂതൻ അടിവരയിട്ട് കർത്താവ് സംസാരിക്കുകയാണ്. നാളുകളായി ദൈവം നിന്നോട് ചിലയിടത്തു നിന്ന് മാറാൻ കർത്താവ് നിന്നോട് ഇടപെടുന്നു. പല വ്യക്തികളിലൂടെയും നിന്നോട് ദൈവം സംസാരിക്കുന്നു. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ ദേശം എനിക്ക് ഫലം കായ്പാൻ യോഗ്യമല്ല, ഈ ഇടം എനിക്ക് ഫലം കായ്പാൻ യോഗ്യമല്ല, ഈ വ്യക്തിയുമായുള്ള ബന്ധം എനിക്ക് ഫലം കായ്പാൻ യോഗ്യമല്ല, ഈ ഇടം എന്നെ ദൈവം നട്ടിരിക്കുന്ന സ്ഥലമല്ല, ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോകണമെന്ന് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നു എന്ന് പലരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടും ഇപ്പോഴും അതിന് കാലതാമസം വെച്ചു പൊറുപ്പിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം ഒരു ബന്ധം വിടാൻ പറഞ്ഞാൽ വിടണം, ദൈവം ഒരു ഇടം വിടാൻ പറഞ്ഞ വിടണം, ദൈവം ഒരു ദേശം വിടാൻ പറഞ്ഞ വിടണം. ഇനി അവിടെ പൊന്ന് കായ്ക്കുന്ന മണ്ണാണേലും ശരി തന്നെ, മാണിക്യം ലഭിക്കുന്ന ഇടമാണെങ്കിലും ശരി തന്നെ, ദൈവം ഒരു കാര്യം വിടാൻ പറഞ്ഞ വിടണം. വിട്ടിട്ടുള്ളവർക്കേ അനുഗ്രഹമുണ്ടായ ചരിത്രമുള്ളൂ ബൈബിളിൽ. ആരും പഴയ രീതിയിലും പഴയ രൂപത്തിലും അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം ബൈബിളിൽ ഇല്ല. ആരും പഴയ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം ബൈബിളിൽ ഇല്ല. ആരും പഴയ സൃഷ്ടിയോടെ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം ബൈബിളിൽ ഇല്ല. ഒരു മനുഷ്യൻ ആത്മരൂപിയായി മാറുന്നത് പോലും അവൻ വീണ്ടും ജനനം ആചരിച്ചതിന് ശേഷമാണ്, വീണ്ടും ജനനം സ്വീകരിച്ചതിന് ശേഷമാണ്. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ മാത്രമാണ് ഒരു വ്യക്തിക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെയും കർത്താവ് ചിലത് വിടാൻ ഒരു മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ദൈവാത്മാവ് അടിവരയിട്ട് ചിലരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ചില ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ ദൈവം നിന്റെ മനസ്സിന് പ്രേരണ തന്നിട്ടും, ചില കൂട്ടുകെട്ടുകളെ വിട്ടുകളയാൻ ദൈവം നിന്നോട് ആലോചന പറഞ്ഞിട്ടും, ചില ഇടത്തു നിന്ന് മാറണമെന്ന് കർത്താവ് നിനക്ക് ആലോചന തന്നിട്ടും, ഇന്നും നീ ചിലയിടത്ത് എന്തോ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ ലാഭത്തെ പ്രതിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പിടിച്ചു നിൽക്കുന്നത് നിന്റെ അനുഗ്രഹത്തിനൊരു തടസ്സമാണ്. മോനെ അബ്രഹാമേ, നീ അക്കൂട്ടത്തിൽ കിടന്നു എന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടുമ്പോ അതിന് ഒരുപാട് അവകാശികൾ വന്നേനെ. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. ദൈവം ആ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തത് അബ്രഹാമേ നിന്നെയാണ്. നിന്നേക്കാൾ സൗന്ദര്യമുള്ളവരുണ്ടായിരുന്നിട്ടും, നിന്നേക്കാൾ ഗായഭംഗിയുള്ളവരുണ്ടായിരുന്നിട്ടും, നിന്നേക്കാൾ സമർത്ഥന്മാരുണ്ടായിരുന്നിട്ടും അതിന്റെ ഇടയിൽ നിന്ന് നിന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാണ്. ഒത്തിരി വിറകുകൾ അക്കൂട്ടത്തിൽ അടുക്കി ഇട്ടിട്ടും പൗലോസ്ലീഹ ആ വിറക് തന്നെ കൈയിട്ടെടുത്തതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ആ ഒന്നിന്മേലായിരുന്നു അണലി. ഒരുപാട് വിറകുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് വിറകിലും കൂടെ കയറുപോലെ ചുറ്റിയല്ല അണലി ഇരുന്നത് ആ ഒരൊറ്റ വിറകിലായിരുന്നു. ഈ അണലിയെ ഈ ഒരു വിറകിൽ നിന്ന് തകർത്ത് കഴിഞ്ഞാൽ ഈ സാധനം കൂടെ തീയായി മാറും. ആമേൻ. ഈ അണലിയെയും കൂടെ ഈ വിറകിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞു കളഞ്ഞാൽ ഈ സാധനം കൂടെ തീയായിട്ട് മാറും. അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റൊരു സ്വഭാവക്കാരനായി മാറും. കാരണം ഈ വിറകിനെ പ്രതി അണലി പലരെയും കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാളും ആ വിറകിനെ അഭിഷേകമുള്ളവൻ കൈകൊണ്ട് പിടിച്ചാൽ അവനിൽ നിന്നുള്ള ഒരു ഇമ്പാർട്ടേഷനെ പ്രതി ഈ വിറകും തീയായി മാറും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശാപഭൂമിക്കകത്ത് നിന്ന് ശാപത്തിൽ കിടന്ന നിന്നെ തന്നെയാണ് കേട്ടോ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശാപത്തിന്റെ ഇടയിൽ കിടന്ന ശാപമായിരുന്ന നിന്നെ തന്നെയാണ് ദൈവാത്മാവ് പേര് ചൊല്ലി വിളിച്ചിരുന്നത്. അനുഗ്രഹത്തിന്റെ
അനുഗ്രഹത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന താങ്കളെ അല്ല ദൈവം വിളിച്ചത്. ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടാതെയും അപമാനിക്കപ്പെട്ടും ആശ്രയമില്ലാതെയും ഇരുന്ന ബന്ധനത്തിന്റെ അനുഭവത്തിൽ തന്നെയാണ് നിന്നെ ദൈവം വിളിച്ചത് എങ്കിൽ, ആമേൻ, നിന്നിൽ നിന്നും ചില അണലികളെ കുടഞ്ഞെറിഞ്ഞ് നിന്നെയും ഒരു തീയാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കരങ്ങൾ നിന്റെ നേരെ നീട്ടുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് എന്താ എന്റെ മേൽ വന്നതെന്ന് ചോദിച്ചില്ലേ? എന്നെ മാത്രം എന്താ ഇക്കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചില്ലേ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ? ഇക്കൂട്ടത്തിൽ ഒത്തിരി വിറകുകൾ ഉണ്ടായിരുന്നിട്ടും നീയാകുന്ന വിറകാണ് തീയായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കൈ വന്ന് പിടിച്ചത് നിന്നെയാണ്. ദൈവത്തിന്റെ കൈ വന്ന് പിടിച്ചത് നിന്നെയാണ്. അതേ സ്ഥലത്തുകൂടെ ഒത്തിരി പേർ കുതിരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സവാരി നടത്തുന്നുണ്ടെങ്കിലും ദൈവം തേടി വന്ന് വെളിച്ചമിട്ടത് പൗലോസിന്റെ മേലാണ്. തെരഞ്ഞെടുപ്പുള്ളവന്റെ മേൽ ഒരു വെളിച്ചമുണ്ട്. തെരഞ്ഞെടുപ്പുള്ളവന്റെ മേൽ ഒരു വെളിച്ചമുണ്ട്. വെളിച്ചം നിന്റെ മേൽ വീശുന്ന സമയം ആദ്യം ഒരു വീഴ്ചയൊക്കെ ഉണ്ടാവും. പൗലോസിന്റെ മേൽ വെളിച്ചം വന്നോടൻ പൗലോസ് ഞാൻ തീയായി എന്നൊന്നും പറഞ്ഞ് പൗലോസ് നടന്നില്ല. പൗലോസിന്റെ മേൽ വെളിച്ചം വന്നപ്പോ ആദ്യം പൗലോസ് നിലത്ത് വീഴുവല്ലേ സഹോദരി ചെയ്തേ? വീണോ ഇല്ലയോ? അതേ നമുക്കും പറ്റിയിട്ടുള്ളൂ. ഗ്ലോറി. നമ്മളൊന്ന് വീണു. ദൈവശബ്ദമൊക്കെ കേട്ടപ്പോൾ ആദ്യമൊക്കെ വീണു. മഹത്വം നമുക്ക് അറിയത്തില്ലായിരുന്നു. ശബ്ദത്തിന്റെ ആഴം എനിക്കൊന്നും അറിയത്തില്ല. ഞാനും ഒക്കെ വീണു എഴുന്നേറ്റ് കർത്താവ് വീണതിനേക്കാളപ്പുറം ഞാൻ വീണു. എങ്ങനെ? കുരിശ് ചുമന്നപ്പോൾ. അല്ലാതെ ഒന്നും കർത്താവ് വീണിട്ടില്ല. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു നാടൻ ശൈലി പ്രയോഗിക്കുന്നതാണ്. വീണു എഴുന്നേറ്റ്. ദൈവശബ്ദം ആദ്യം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ആദ്യം ഒന്നും ക്ലാരിറ്റി കിട്ടത്തില്ല. ആദ്യം വീണു. പൗലോസിന്റെ മേൽ ഒരു പ്രകാശം അടിച്ചപ്പോ വീണു. ആദ്യം ഒന്നും ദൈവ സാന്നിധ്യത്തെ നിനക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഒന്നും ദൈവ സാന്നിധ്യത്തെ നിനക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഒന്ന് എന്തിന് ഈ ശക്തി എന്റെ മേൽ വന്നു എന്ന് പോലും മനസ്സിലാകത്തില്ല. ആദ്യം എന്തിന് എന്നെ വിളിച്ചിറക്കിയെന്ന് പോലും മനസ്സിലാകത്തില്ല. നിലത്ത് കിടന്നുകൊണ്ടാണ് ആദ്യം ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? പൗലോസ് അനുഗ്രഹിക്കപ്പെട്ട രീതി മനസ്സിലായോ? പൗലോസ് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം എവിടുന്നാന്ന് മനസ്സിലായോ? ആ ദമസ്കോസിന്റെ മണ്ണിൽ നിന്നാ തുടങ്ങിയത്. ചിലത് ഭൂമിയോളം നിന്നെ ചിലര് ചവിട്ടിത്തള്ളിയിട്ടിട്ടുണ്ടാകും. പക്ഷെ പ്രകാശം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങും. ഭൂമിയിൽ നിന്ന് തുടങ്ങും ദൈവവുമായിട്ടുള്ള ബന്ധം. പൗലോസിന്റെ ബന്ധം ആരംഭിച്ചത് കുതിരയിലിരുന്നോണ്ടല്ല. കുതിരയിൽ നിന്ന്, പ്രതാപത്തിൽ നിന്ന്, സമ്പന്നതയിൽ നിന്ന്, ഉയർച്ചയിൽ നിന്ന്, ആർഭാടങ്ങളിൽ നിന്ന്, നിലത്തു വീണ ഇടത്തു നിന്നാണ് പൗലോസിന് ദൈവവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. ഒത്തിരി വലിയ സാമ്പത്തിക ധനികന്റെ അനുഭവത്തിൽ നിന്നൊക്കെ നിങ്ങളിപ്പോ താഴോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല മാർഗം എന്ന് ഞാൻ പറയും എന്താണെന്നറിയാമോ? ഭൂമിയോളം താണാലേ നമുക്ക് സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ കണ്ണ് തുറക്കുള്ളൂ. കുറച്ചൊക്കെ അഹങ്കാരം കൂടുതലുള്ള വർഗമാണ് മനുഷ്യൻ. എന്നെ കണ്ണുരുട്ടി കാണിച്ചിട്ടൊന്നും കാര്യമില്ല, ഉള്ള സത്യമാണത്. പൗലോസ് ഭയങ്കരമായ ധാർഷ്ട്യമായിരുന്നു. കയ്യിൽ അധികാരപത്രവും ഏന്തിക്കൊണ്ട് പോയപ്പോഴാണ് അധികാരപത്രം ഒരു വഴിക്ക് പോയി, പൗലോസ് വേറൊരു വഴിക്ക് കിടക്കുന്നു. ആ നിലത്ത് നിന്ന് തുടങ്ങിയ ബന്ധ ദൈവമായിട്ട്. ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടോ? ആ മനുഷ്യൻ ശപിക്കപ്പെട്ടോ? ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ പൗലോസ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഉപയോഗിക്കത്തില്ല. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന്റെ പേര് ചിലര് നാവിലെടുക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പേര് ചിലരുടെ നാവിലെടുക്കും. നിങ്ങളെ കർത്താവ് ആദരിക്കും, നിങ്ങളെ ദൈവം അംഗീകരിക്കും, നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അബ്രഹാമിന്റെയും കാര്യം തുടങ്ങുന്നത്. അബ്രഹാമിനോടും ദൈവം പറഞ്ഞ എന്താണെന്നറിയുമ്പോൾ, നീ വിടണം, നീ വിട്ടേ പറ്റൂ, നീ വിടണം. വിട്ട് കളയുന്നത് ഒരു അനുഗ്രഹമാണ്. കർത്താവ് അതിനകത്ത് എന്നെ നിർത്തുക. അങ്ങനെ ചില ബന്ധങ്ങൾ ഒഴിഞ്ഞു പോയില്ലേ സഹോദരി? ചില ബന്ധങ്ങൾ ഒഴിഞ്ഞു പോയില്ലേ? കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവര് തന്നെ ഇപ്പൊ ഒഴിവായി പോയില്ലേ? ചിലതൊക്കെ അനുഗ്രഹത്തിനാണ്. ചില ചാർച്ചക്കാരൊക്കെ വിട്ടുപോയില്ലേ? കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും, കൂടെ കൂടിക്കൊണ്ടിരുന്നതും, കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നതും, അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിച്ചുകൊണ്ടിരുന്നതും ഒക്കെയാണ്. ചില ചാർച്ചക്കാർ, ചില ബന്ധങ്ങൾ, ചില പിതൃഭവനങ്ങൾ ഒക്കെ ഇപ്പൊ ഒഴിവായില്ലേ? എല്ലാം നാമമാത്രമായില്ലേ? അനുഗ്രഹത്തിനാണ്.
അനുഗ്രഹത്തിനാണ് കേട്ടോ, അനുഗ്രഹത്തിനാണ്. നീ നിന്റെ പിതൃഭവനത്തെയും നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വാക്ക് പറയാൻ പറ്റുമോ? വിട്ടാൽ എനിക്കൊരു പുറപ്പാട് പറയാൻ പറ്റുമോ? വിട്ടാ പാസ്റ്റർ എന്താ ഈ പറയുന്നത്? വിട്ട ആ ഒരു പിടിവള്ളിയേ ഉള്ളൂ. അതും കൂടെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് പാസ്റ്ററെ ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഇതല്ലേ സത്യത്തിൽ നിങ്ങളുടെ ഭാഷ്യം? പാസ്റ്ററെ അതും കൂടെ വിടണോന്ന് പറഞ്ഞാൽ എങ്ങനെയാ പാസ്റ്ററെ? നിങ്ങളുടെ ഭാഷ അതല്ല. ഇനി അതും കൂടെ, അത് മാത്രമേ ഉള്ളൊരു ആശ്രയം. അതും കൂടെ പോയാൽ പിന്നെ എനിക്കൊരു ഗത്യന്തരമില്ല പാസ്റ്റർ, ഒരു ഗതിയില്ല എനിക്ക്. പക്ഷേ ബിബ്ലിക്കൽ ടേം വേറെയാണ്. വിട്ടാൽ നിനക്ക് പുറപ്പാടുണ്ട്, വിട്ടില്ലേ നീ അവിടെ കെട്ടിക്കിടക്കും. കെട്ടിക്കിടന്നൊരു കഴുതയുടെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ ദേശത്ത് നിന്ന് കെട്ടഴിഞ്ഞപ്പോഴാ കഴുതയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായത്. യെരുശലേമിലെ ഒരു കഴുത ഒരിടത്ത് കെട്ടിക്കിടന്നപ്പോ കർത്താവ് നോക്കിയപ്പോ കുറെ കാലം കൊണ്ട് ഈ കുടുംബം കെട്ടിക്കിടക്കുക. ഒരമ്മ കഴുതയും ഒരു കുട്ടി കഴുതയും. കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഒന്ന് ഇതിന് കേൾപ്പാനും കേൾവിയോരും ഇല്ല. അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞു, നീ നിന്റെ ഈ എതിരെ ഉള്ള ദേശത്തിന് പോണം. അവിടെ നീ പോകുമ്പോ കെട്ടിക്കിടക്കുന്ന ഒരു കഴുതയെ കാണും, കുട്ടിക്കഴുതയും കാണും. നീ അതിന്റെ കെട്ടിന്മേൽ കൈവച്ച് നീ അതിനെ അഴിക്കണം, അടിച്ചതിനെ റിലീസ് ചെയ്യണം, റിലീസ് ചെയ്ത് കൊണ്ടുവരണം. റിലീസ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ കർണപടത്തിൽ വരും, എന്തിന് കെട്ട് അഴിക്കുന്നു? അവകാശമുള്ളവർ ഇവിടെ ഉണ്ട്. നീ പറയേണ്ട കാര്യം യേശുവിന്റെ നാമത്തിൽ എന്ന് മാത്രം പറയുക. കാര്യം പിടി കിട്ടി കാണുമല്ലോ. കർത്താവിന് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുക. കെട്ടുകൾ അഴിയുമ്പോഴാണ് അവകാശവാദങ്ങൾ പൊങ്ങുന്നത്. കമാൺ. കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങുമ്പോഴാണ് ചില എതിർപ്പുകൾ ഉയരുന്നത്. കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങുമ്പോഴാണ് ചില തലകൾ പൊങ്ങുന്നത്. കെട്ടുകൾ അഴിഞ്ഞു കിടങ്ങുമ്പോഴാണ് നീർക്കോലികളും പത്തിയെടുക്കുന്നത്. നീർക്കോലിക്ക് പത്തിയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കെട്ടഴിഞ്ഞു തുടങ്ങുമ്പോൾ നീർക്കോലിയും പത്തി കടം വാങ്ങിച്ചു വെച്ച് എഴുന്നേറ്റ് വരും, ഇല്ലേ? ചില ഡെലിവറൻസ് നടക്കുമ്പോ അങ്ങനല്ലേ? പ്രാർത്ഥനകൾ തീയായി മാറുമ്പോ അങ്ങനല്ലേ? നീർക്കോലിയും പത്തി കടം വാങ്ങി വെച്ചുകൊണ്ട് വരും. എന്നാൽ ഇന്ന് രാത്രി കേട്ടോ, ദൈവാത്മാവ് ചിലരുടെ കെട്ടഴിക്കാൻ പോകുകയാ. ദൈവാത്മാവ് ചിലരുടെ കെട്ടും ചിലരുടെ സ്തംഭനാവസ്ഥകളും അഴിക്കാൻ പോകുകയാ. ചോദിക്കൂ, എന്തായാലും എവിടെ കൊണ്ടുപോകും? ആരാ? എവിടുന്ന? എന്തിനാ? പറയണം, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ആശ്രയിക്കാൻ പറ്റുമോ ആ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. ഇത്ര മാത്രം പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ. അത് രക്ഷകന്റെ നാമമാ. അതൊരു മൃഗത്തെ പോലും കർത്താവ് രക്ഷിച്ചെടുത്തു എന്നുള്ളതാ. കെട്ടിക്കിടന്ന ആ കഴുതയെ പോലും കർത്താവ് രക്ഷിച്ചെടുത്തു എന്നുള്ളതാ. കഴുതയുടെ കെട്ടിക്കിടക്കലിന് ദൈവത്തിന് ഇത്രയും അയ്യോഭാവം തോന്നിയെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം രക്തവും മാംസവും കൊടുത്ത് വീണ്ടെടുത്ത നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന കെട്ടുകളെ കർത്താവ് കണ്ടില്ല എന്ന് വെക്കുമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ ഇന്ന് രാത്രിയിൽ കർത്താവ് ചിലരോട് ആഴമായി സംസാരിക്കുകയാണ്. ചില പിതൃഭവനത്തെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്, ചാർച്ചക്കാരെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്, സൗഹൃദങ്ങളെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്, സാമ്പത്തികത്തെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്, കുടുംബ ഷെയറുകളെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്. വേദനിക്കല്ലേ, കർത്താവ് തന്നെ മാറാൻ പറഞ്ഞ്, കർത്താവ് തന്നെ മാറ്റിയെന്ന് കരുതിക്കോ. പോയ അബ്രഹാമിനെ സംബന്ധിച്ച് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ? അദ്ദേഹത്തിന് നോക്കാൻ കാഴ്ചയുള്ളിടത്തോളം അദ്ദേഹത്തിന്റെ അവകാശമായി മാറി ഭൂമി. അദ്ദേഹത്തിന് നടപ്പാൻ കർത്താവ് പറഞ്ഞ ദേശത്തോട്ട് നടന്നപ്പോൾ 4 ദിക്കിലും അത് അദ്ദേഹത്തിന്റെ സ്വന്തമായി മാറി. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, ദൈവം അറിഞ്ഞിട്ട് വന്ന ചില നഷ്ടങ്ങളെ നിങ്ങൾ കാര്യമാക്കരുത്. ദൈവം അറിഞ്ഞിട്ട് വന്ന ചില നഷ്ടങ്ങളെ നിങ്ങൾ കാര്യമാക്കരുത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഞാൻ ചോദിച്ചു വന്ന ഇതാ, വിടാൻ ദൈവം പറഞ്ഞു. വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് നമ്മൾ മാനുഷിക ബുദ്ധിയിൽ ചോദിക്കുന്നു. കർത്താവ് പറയും, ചിലതിനെ നീ വിട്ടാൽ നിനക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വിടാൻ കഴിയാത്തതായി എന്തുണ്ടെന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. നീ ഒരു അനുഗ്രഹമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഈ ഒരു ഫോർമുല പറയുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള
ഒരു ഈസി ഫോർമുല ഞാൻ പറയുകയാണ്. എന്തൊന്ന് എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, ദൈവസ്നേഹം ഒഴികെ എന്തൊന്ന് എന്നോട് വിട്ടുകളയാൻ കർത്താവ് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കർത്താവ്, അതിനോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതിനോട് എനിക്കൊരു സോഫ്റ്റ് ടച്ച് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നോ അതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സം. അത് ബന്ധങ്ങളാകാം, അത് സമ്പത്താകാം, അത് ദേശമാകാം, അത് മറ്റെന്തെങ്കിലും ആകാം, അതൊരു വസ്തുവാകാം, എന്തുമായിക്കൊള്ളട്ടെ. എന്നെക്കാളേറെ അമ്മയെയോ അപ്പനെയോ വീടിനെയോ നിലങ്ങളെയോ മൃഗങ്ങളെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാമെന്നുള്ളവനല്ല എന്നാണ് യേശു പറഞ്ഞത്. അതെന്താ, കർത്താവിന് അസൂയ കൊണ്ടിട്ടാണോ? അല്ല. അതിൻ്റെ അകത്തുള്ള ഭയങ്കരമായ ആത്മീയ അർത്ഥത്തെ ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെക്കാൾ അപ്പുറമായി ബാക്കി എല്ലാം അവകാശം ചൊല്ലുന്ന സ്നേഹമാണ്. അതെന്താ, അയാളോട് മാത്രം ഇത്രയ്ക്ക് സ്നേഹം, എന്നോടെന്താ സ്നേഹം കുറവ്? ഇതൊക്കെ അവകാശം ചൊല്ലുന്ന സ്നേഹമാണ്. യേശുവിന്റെ സ്നേഹം അവകാശം ചൊല്ലുന്ന സ്നേഹമാണോ? അല്ല. അവകാശം ചൊല്ലുന്ന സ്നേഹമാണോ? അല്ല. യേശുവിന്റെ സ്നേഹത്തിന് എവിടെയും ബൗണ്ടറികളില്ല. ബാക്കി എല്ലാ സ്നേഹങ്ങൾക്കും ബൗണ്ടറി ഉണ്ട്. യേശുവിന്റെ സ്നേഹത്തിന് ബൗണ്ടറികൾ ഇല്ലാത്തോണ്ടാ അത് തടസ്സങ്ങൾ ഭേദിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് രാത്രിയിൽ ഈ വചന രൂപത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരുടെ സ്നേഹത്തിന് അളവുണ്ട്, അറിയാവോ? രജിസ്റ്റർ ചെയ്ത അളവുകോലുകളുണ്ട് എല്ലാ സ്നേഹങ്ങൾക്കൂടെ. എത്ര വലിയ തേനും തേൻകട്ടയാന്ന് പറഞ്ഞാലും ദൈവസ്നേഹത്തിനല്ല, ദൈവസ്നേഹത്തിന് മാത്രമേ അതിരുകളില്ലാത്ത ഒരു സ്നേഹമുള്ളൂ. ബാക്കി എല്ലാ സ്നേഹങ്ങൾക്കും പരിമിതികളുണ്ട്, പരിഭവങ്ങളും ഉണ്ട്. പക്ഷെ ദൈവം താങ്കളെ വിളിച്ചിരിക്കുന്നത് പരിഭവങ്ങളില്ലാതെ നിന്നെ അനുഗ്രഹിക്കാനാണ്. നോക്കൂ, പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന, ഇന്നൊരു വഴിയുമില്ല പാസ്റ്ററെ കാണാൻ, എന്റെ മുമ്പിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് ദൈവാത്മാവ് പറയുന്നു, ദൈവശബ്ദത്തെ പ്രതി ചിലത് വിട്ട് കഴിഞ്ഞാൽ അടുത്തത് ദൈവം നിനക്ക് പുതിയൊരു കണ്ണ് തുറക്കും. ഇപ്പൊ ഇതുവരെ ഞാൻ കാണുന്നത് ചാർച്ചക്കാർ, അച്ചച്ചൻ, അമ്മാമ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണ്, ജനിച്ചു വളർന്ന ദേശം, ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. ഇത് പഴയ കണ്ണ. നീ ഈ പഴയ സ്ഥലത്ത് കിടക്കുന്നിടത്തോളം കാലം, നീ പഴമയുടെ പാഠങ്ങൾ നീ വായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, തിരുവെഴുത്തും പറയുന്നല്ലോ, പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മുഴുവനും ആ മൂടുപടം അവന്റെ മേൽ കിടക്കുന്നു. ഈ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, ഈ പണ്ടത്തെ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവനൊരു പുതുമയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു പുതുമ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കുക. നീ വിട്ട്, അടുത്ത വാക്ക് പുറപ്പെട്ട്. ചിലത് വിടുമ്പോഴാണ് ദൈവത്തിന്റെ വഴികൾ നിന്റെ ജീവിതത്തിൽ ഓപ്പൺ ആകുന്നത്. ചില കാര്യങ്ങൾ നീ ഒഴിവാക്കുമ്പോഴാണ് ദൈവത്തിന്റെ, അത് നിങ്ങൾ തന്നെ മീൻ ചെയ്തെടുത്തോണം കേട്ടോ. കർത്താവ് എന്നോട് പറയുന്ന വേർഡുകളാണ് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നത്. ചിലത് വിട്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരു ടേണിംഗ് പോയിന്റ് ഓപ്പൺ ആകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഉള്ളത്തിൽ കർത്താവ് ഇപ്പൊ കൊണ്ടുവരുന്നത് എല്ലാം നിങ്ങൾക്ക് എടുക്കാം. വിട്ട് കഴിഞ്ഞാൽ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവമല്ലാതെ വേറെ ആർക്കും ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കർത്താവ് അവിടെ പറയുന്നത്, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വിട്ട് പുറപ്പെട്ട്. ഇവിടെ വിട്ടാൽ നമ്മൾ സ്തംഭിച്ച് നിൽക്കൂ എന്ന് പറയുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ പറയുന്നതിനെ വിട്ടാൽ നീ പുറപ്പെടുമെന്ന് ദൈവം പറയുന്നു. ഏത് ശബ്ദം വേണം? നിന്റെ ജഡം പറയുന്നു, അതും കൂടെ ഞാൻ വിട്ടു കഴിഞ്ഞാൽ എന്റെ കാര്യം പോക്കാം, എനിക്ക് പിന്നെ ഗതിയില്ല. പക്ഷെ കർത്താവ് പറയുന്നു, നീ എന്റെ വാക്ക് കേട്ട് വിട്ടാൽ നിനക്കൊരു ഗതി ദൈവം വെട്ടി തുറക്കുകയാ. ഇന്ന് വഴികൾ അടഞ്ഞിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവശബ്ദത്തിൽ നീ ചിലത് ഒഴിവാക്കി കഴിഞ്ഞാൽ ദൈവം നിനക്ക് പുതിയൊരു ഗതി ഓപ്പൺ ചെയ്തു തരും. ഗ്ലോറി. പുതിയൊരു ഗതി നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്തു തരും. നിന്റെ ജോലി മേഖല അടഞ്ഞിരിക്കുകയാണോ? കർത്താവ് പുതിയൊരു വഴി ദൈവം നിനക്ക് തുറന്നു തരും. നിന്റെ കുടുംബജീവിതം തകർച്ചയുടെ വക്കിലാണോ? ദൈവം പുതിയൊരു വഴി ഓപ്പൺ ചെയ്തു തരും. നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം നിനക്കെതിരാണോ? കർത്താവ് പുതിയൊരു ഗതി നിനക്ക് തുറന്നു തരും. ഗ്ലോറി. തിരുവെഴുത്ത് പറയുന്നുണ്ടോ, വിട്ട് പുറപ്പെട്ട്. അടുത്ത വാക്ക് കേൾക്കണം, ഞാൻ നിന്നെ കാണിക്കാൻ. നീ പോയി കണ്ടെത്തിക്കോളാനല്ല പറയുന്നേ. ആമേൻ.
നീ പോയി കണ്ടെത്തിക്കോളാൻ അല്ല പറയുന്നത്. ബന്ധുക്കളെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും എല്ലാം വിട്ട് നീ എങ്ങോട്ടെങ്കിലും പുറപ്പെട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാം. അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നീ വിട്ട് അടുത്തത് പിന്നെ നിന്റെ അവസ്ഥ സ്തംഭനമല്ല, യാത്രകളാണ്. യാത്രകളാണ്, യാത്രകളാണ്. നീ ചിലത് വേണ്ട എന്ന് വെക്കുമ്പോ കർത്താവ് നിനക്ക് ചിലത് ഓപ്പൺ ചെയ്തിടുകയാണ്. ആരുടെയും ഔദാര്യത്തിന് കിട്ടിയെന്ന് വേണ്ട അബ്രഹാമേ, ആരുടെ മനസ്സറിഞ്ഞ് കിട്ടിയെന്ന് വേണ്ട അബ്രഹാമേ, ആരുടെയൊന്നും കടം വാങ്ങിയെന്ന് വേണ്ട അബ്രഹാമേ, ആരും ദാനം തന്നു എന്ന് വേണ്ട അബ്രഹാമേ, ആരുടെയും ഭിക്ഷയാണെന്ന് വേണ്ട അബ്രഹാമേ. എന്നാണേലും മനുഷ്യന്റെ കയ്യിൽ നിന്ന് തന്ന മനുഷ്യൻ വിളിച്ചു പറയും. അല്ല, ഒന്നാം തരമായിട്ട് വിളിച്ചു പറയുന്നവരെ എനിക്കറിയാം. അല്ല, ഒന്നാം തരമായിട്ട് വിളിച്ചു പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. എഴുതി വെച്ച് വിളിച്ചു പറയും, എഴുതി വെച്ച് വിളിച്ചു പറയും. നമ്മളാണെങ്കിൽ കണക്കും കാണത്തില്ല, എഴുതി വെച്ച് വിളിച്ചു പറയും. ദൈവമില്ലേ? അതുകൊണ്ട് അന്ന് പറഞ്ഞ ചാർച്ചക്കാരെ വിടണേ, ബന്ധുക്കളെ വിടണേ. അയ്യോ, എനിക്ക് പറയാനും പേടി, എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ബൈബിൾ വചനമാണ് പറയുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യം പറയുന്നത്, നിങ്ങളോട് ചെയ്യാനല്ല പറഞ്ഞേ. ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, ദേശത്തെ വിടണം എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയുമോ? നാളെ എഴുതി വെച്ച് വിളിച്ചു പറയാതിരിക്കാൻ. ആമേൻ. ഇന്ന് നീ കയറിപ്പോയത് അന്ന് എൻ്റെ അതുകൊണ്ട് ആമേൻ. നമ്മളത് എടുത്തും കൊടുത്ത് കൂടുതലും കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്നും പറയും, ഇന്നും പറയും, അന്ന് എൻ്റെ കനിവ് കൊണ്ട. ആരുടെ കനിവും വേണ്ടടോ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ആരുടെ കനിവും വേണ്ട, ആരുടെ മനസ്സലിവും വേണ്ട, ആരുടെ മുഖസ്തുതിയും പറഞ്ഞ് നമുക്ക് 10 പൈസ വേണ്ട അതിനകത്തുനിന്ന്. കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ദൈവാത്മാവ് അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഞാനിത് വളരെ സീരിയസ് ആയിട്ടാണ് ഇന്ന് ഈ ടോപ്പിക്ക് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് അത്ര സീരിയസ് ആയിട്ടാണ് ചിലരോട് സംസാരിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ആമേൻ. ദൈവം ഒരു വ്യക്തി പ്രിയപ്പെട്ട സുഹൃത്തേ, ദൈവം നിങ്ങളെ വിളിച്ചത് അനുഗ്രഹിക്കാൻ തന്നെയാണ്. ഇന്നൊന്നും കാണത്തില്ല. ദൈവശബ്ദം കേട്ടപ്പോ അബ്രഹാമും ഒന്നും കണ്ടില്ല. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞു, വിട്ട് പുറപ്പെട്ട്. ആമേൻ. വിട്ടാൽ പുറപ്പാടുണ്ട്, ഉപേക്ഷിച്ചാൽ പുറപ്പാടുണ്ട്. നിനക്ക് യോഗ്യമല്ലാത്ത ബന്ധം ഉപേക്ഷിച്ചാൽ നിനക്ക് പുറപ്പാടുണ്ട്. യോഗ്യമല്ലാത്ത കൂട്ടുകെട്ട് ഉപേക്ഷിച്ചാൽ പുറപ്പാടുണ്ട്. യോഗ്യമല്ലാത്ത സ്വഭാവം ഉപേക്ഷിച്ചാൽ പുറപ്പാടുണ്ട്. വിട്ടാൽ നിനക്ക് പുറപ്പാടുണ്ട്. മാമോനും ദൈവവും ചേരൂല. മാമോനും ദൈവവും ചേരൂല. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. ചേരൂല. അവിടുത്തത് ഇവിടെയും വേണ്ട, ഇവിടുത്തത് അവിടെയും പോണ്ട. ചേരൂല. 2 വള്ളത്തിൽ കാല് നടക്കൂല, ഒരിടം എത്തൂല, നടക്കൂല. ഏതെങ്കിലും ഒന്നുകിൽ നിനക്ക് പിതൃഭവനം, നിന്റെ ദേശം, നിന്റെ ചാർച്ചക്കാർ, നിന്റെ വിശ്വാസം, അല്ലെങ്കിൽ ദൈവം കാണിക്കുന്ന വഴി. ആമേൻ. ഇത് രണ്ടേ പറ്റൂ അബ്രഹാമേ. അനുഗ്രഹിക്കപ്പെടണം, അവിടെയും പോകും, ഇവിടെയും നടക്കൂല. വിടേണ്ടത് വിട്ടാൽ പുറപ്പാടുണ്ട്. വിടേണ്ടത് വിട്ടാൽ പുറപ്പാടുണ്ട്. ദൈവവചനം പറയുന്നു, വിടേണ്ടത് വിട്ടാൽ പുറപ്പാടുണ്ട്. നീ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന, അവിടെ ദൈവം ആ വാക്ക് പറയുന്നു, ഞാൻ നിന്നെ കാണിക്കാൻ. ദൈവം പുറപ്പെടുവിച്ചാൽ നിന്റെ കണ്ണിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ആ ദേശത്ത് നിന്നെ എത്തിക്കുമ്പോ നീ അത് കാണും. ദൈവം കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കാണിക്കുക തന്നെ ചെയ്യും. കേട്ടോ, ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിന്റെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഏകദേശം ആ രൂപത്തിലൊക്കെ ആക്കി വെച്ചിട്ട് എന്നെ കൊണ്ട് ഇത്ര പറ്റത്തുള്ളൂ എന്നൊന്നും പറയത്തില്ല, ആക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഗ്ലോറി. ദൈവവചനം പറയുന്നു, വിട്ടാൽ പുറപ്പാടുണ്ട്. ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. വ്യക്തമായും ഒരു ദൈവശബ്ദം കേൾക്കുന്ന ദൈവ പൈതലിന് വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നൊരു ഡെസ്റ്റിനേഷൻ ദൈവം അവന് തരും. അബ്രഹാമിനോട് ഒന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞില്ല. ഹാരാനിൽ എത്തുന്നതിന് മുൻപാണ് ഈ ശബ്ദം അബ്രഹാം കേൾക്കുന്നത്. ഹാരാനിൽ എത്തുന്നതിന് മുൻപാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ദൈവശബ്ദത്തെ പ്രതി അല്ലേ ആ മനുഷ്യൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടത്? ദൈവം കൈവിട്ടോ പ്രിയപ്പെട്ടവരെ? ദൈവം ഏറ്റവും അനുഗ്രഹിച്ചില്ലേ? ഒരു അനുഗ്രഹമാക്കി മാറ്റി. ആ വാക്യം വായിച്ചു തരാം.
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. ഇന്നത്തെ നമ്മുടെ സന്ദേശം അതാ, നീ ഒരനുഗ്രഹമായിരിക്കും. നീ ഒരനുഗ്രഹമായിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിന്റെ പേരിന്റെ മേലുള്ള ദുഷ്പേര് മാറണം. ഹല്ലേലൂയ. നിന്റെ പേരിന്റെ മേൽ ഇപ്പം നിന്റെ ദേശമിട്ട ഒരു ദുഷ്പേരുണ്ട്. നിന്റെ ദേശത്ത് നിന്നപ്പം നിന്റെ പേർ അനുഗ്രഹിക്കപ്പെട്ടില്ല അബ്രഹാമേ. നിന്റെ പിതൃഭവനത്തിൽ നിന്നപ്പോൾ നിന്റെ പേർ അനുഗ്രഹിക്കപ്പെട്ടില്ല അബ്രഹാമേ. അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞത്, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്റെ പേർ അനുഗ്രഹിച്ചു വലുതാക്കും എന്ന് പറഞ്ഞത്. പിതൃഭവനത്തിൽ നിന്നപ്പോൾ അബ്രഹാമിന്റെ പേർ അനുഗ്രഹിക്കപ്പെട്ടില്ല അബ്രഹാമേ. ചാർച്ചക്കാരുടെ ഇടയിൽ കിടന്നപ്പോൾ അബ്രഹാമിന്റെ പേർ അനുഗ്രഹിക്കപ്പെട്ടില്ല അബ്രഹാമേ. സ്വദേശത്ത് നിന്നപ്പോൾ അബ്രഹാമിന്റെ പേർ അനുഗ്രഹിക്കപ്പെട്ടില്ല അബ്രഹാമേ. അതുകൊണ്ട് കർത്താവ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നേ, ആദ്യം ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം, ചെയ്താൽ ഞാൻ നിന്റെ പേർ അനുഗ്രഹിച്ചു വലുതാക്കും. അപ്പൊ അവിടെ ഒരു കുറവ് അബ്രഹാമിനുണ്ട്. അബ്രഹാമിന്റെ പേർ ഇതുവരെ വലുതായില്ല. ആയോ? ഇല്ല. ദൈവം 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 എന്ന് കേട്ടു, പക്ഷെ എല്ലാ ദൈവശബ്ദങ്ങൾക്കും നിങ്ങൾ ആമേൻ പറഞ്ഞോ? എല്ലാ ദൈവശബ്ദങ്ങൾക്കും നിങ്ങൾ ആമേൻ പറഞ്ഞോ? ഇല്ല. എല്ലാ ദൈവകൽപ്പനകളും നിങ്ങൾ അംഗീകരിച്ചോ? ഇല്ല. ബൈബിൾ അനുഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ്. അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കുന്ന പുസ്തകമാണ്. അനുഗ്രഹിക്കപ്പെടാനും ശപിക്കപ്പെടാനുമുള്ള വഴി ബൈബിൾ പറഞ്ഞു തരുന്നു. സന്തോഷമുള്ളവർ ആമേൻ പറയൂ. അനുഗ്രഹിക്കപ്പെടാനും ശപിക്കപ്പെടാനുമുള്ള വഴി ബൈബിൾ പറഞ്ഞു തരുന്നു. നിനക്ക് തിരഞ്ഞെടുക്കാം. ആദിയിലും അങ്ങനെ തന്നെ ആയിരുന്നു, നിനക്ക് ചൂസ് ചെയ്യാം. അപ്പൊ സ്വന്തക്കാരുടെ ഇടയിൽ നിന്നപ്പോ അബ്രഹാമിന്റെ പേരിന് പരിമിതി ഉണ്ടായിരുന്നു, ഒരു പിടുത്തം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇറങ്ങി നീ പുറപ്പെട്ടല്ലോടാ, നീ വിട്ടല്ലോ, നീ ഇറങ്ങി പുറപ്പെട്ടല്ലോ, ആദ്യം ഞാൻ നിന്റെ പേരിന്റെ മേലുള്ള കെട്ടഴിക്കും. നിന്റെ പേര് കേട്ട ഇന്ന് ചിലർക്ക് പ്രശ്ന. നിന്റെ പേര് കേട്ടാൽ അവർ ആമേൻ പറയുന്ന, നിന്റെ പേര് കേട്ടാൽ ആഹാ പുള്ളി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ചോദിക്കുന്ന നിലയിൽ ഞാൻ ആക്കും. നിന്റെ പേര് ഞാൻ അനുഗ്രഹിച്ചു വലുതാക്കും. ഓ, അവനെ പോലെ എനിക്ക് ഒന്നാകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറയുന്ന നിലയിൽ. അതുകൊണ്ടല്ലേ പറയുന്നത്, അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ ഞങ്ങൾ അനുഗ്രഹിക്കണേ കർത്താവേ, അല്ലേ എന്ന് വന്നു ഈ മാനം. ദൈവം ആ പേരിനെ അനുഗ്രഹിച്ചപ്പോ വന്നു ഈ മാനം. അനുഗ്രഹിച്ചു വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ തിരിച്ചറിയുക. കർത്താവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാര്യം എന്ത്? ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. ഏതെങ്കിലും ദൈവശബ്ദത്തിന് ഞാൻ ആമേൻ പറയാതെ ഇരുന്നോ? ദൈവത്തെക്കാൾ മറ്റെന്തിനെങ്കിലും ഞാൻ അധികമായി സ്നേഹിച്ചോ? ഏതെങ്കിലും ദൈവശബ്ദങ്ങളെ ഞാൻ തിരസ്കരിച്ചുവോ? നിന്റെ പേർ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെയും നീ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെയും ശാപം നിന്നെ വിട്ടുമാറാത്തതിൻ്റെയും നിന്റെ സന്തതികൾക്കൊരു ഗതി വരാത്തതിൻ്റെയും നിന്റെ എല്ലാ വഴികൾ മുടങ്ങിപ്പോകുന്നതിൻ്റെയും നിന്റെ ജീവിതത്തിൽ ദുഃഖം വിട്ടുമാറാത്തതിൻ്റെയും പിന്നിൽ ഞാൻ ഏതെങ്കിലും നിലയിൽ അനുസരണക്കേട് ദൈവത്തോട് കാണിച്ചോ? തിരിച്ചറിയണം. നീ ഒരു അനുഗ്രഹമായി ഇരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിശ്ചയമായിട്ടും ദൈവശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കണം. നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. വിട്ടാൽ ഒരു പുറപ്പെടൽ നിനക്കുണ്ട്. ദൈവം വിടാൻ പറയുന്നത് വിട്ടാൽ. നിന്റെ അനുഗ്രഹത്തിന് തടസ്സം നിന്റെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ, നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം ഒരു ശീലമാണെങ്കിൽ, നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം ബന്ധങ്ങളാണെങ്കിൽ, ദൈവികമല്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ, അനുഗ്രഹത്തിന്റെ തടസ്സം വാക്കുകളാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ അതിനെയെല്ലാം ഛേദിച്ച് കളയുക. അനുഗ്രഹത്തിന്റെ തടസ്സം നോട്ടമാണെങ്കിൽ അതിനെയെല്ലാം ഛേദിച്ച് കളയുക. എങ്കിലേ ദൈവം കാണിക്കുന്നതിലേക്ക് നോക്കാൻ നിന്റെ കണ്ണ് ഫ്രീ ആയിരിക്കുകയുള്ളൂ. നോക്കേണ്ടതേ നോക്കാവൂ, കാണേണ്ടതേ കാണാവൂ, ചിന്തിക്കേണ്ടതേ ചിന്തിക്കാവൂ, പറയേണ്ടതേ പറയാവൂ. ഇതെല്ലാം അനുഗ്രഹത്തിന് നിദാനമാണ്. Praise to Jesus. എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിൽ ഇന്ന് രാത്രി അടയുമ്പോൾ ഒരു വലിയ ദൈവമഹത്വം, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സ്പർശനം ദൈവം നമ്മുടെ മേൽ പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താട്ടെ പ്രിയപ്പെട്ടവരെ. വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേ. അതും ഒരു ദൈവശബ്ദമാണ്, അനുസരിക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. അതും ഒരു ദൈവശബ്ദം. അനുസരിച്ചാട്ടെ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുസരിച്ചതാണ് അനുഗ്രഹത്തിന് കാരണമായത്. അനുഗ്രഹത്തിന് കാരണമായത്. അബ്രഹാമിനെ സംബന്ധിച്ച് വമ്പൻ നഷ്ടമാണ്. മാനുഷികമായി ചിന്തിച്ചു, യോ പിതൃഭവനം പോയി, ആരുടെ പേര് എഴുതി കൊടുക്കുമോ എന്തോ. ദേശം പോയി, ചാർച്ചക്കാർ പോയി, കൃഷി പോയി, എല്ലാം പോയി, വരുമാനമാർഗം പോയി. അബ്രഹാമിനെ മാനുഷികമായി ചിന്തിച്ചപ്പോൾ വമ്പൻ നഷ്ടമാണ്. പക്ഷെ ദൈവശബ്ദത്തിൻ്റെ മൂല്യം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വാക്കുകൾക്ക് അനുസരണം കാണിക്കുന്നവരാകുക, ദൈവശബ്ദങ്ങൾക്ക് അനുസരണമുള്ളവരാകുക, ദൈവദാസന്മാരെ അനുസരിക്കുന്നവരാകുക. ഗ്ലോറി ടു ജീസസ്. ഷിയാറലറഗദ ബൗഷസ് റാൽബ്രദനഗ വൈഷസ് റിയാന്ധരഗഡഗ റിഗബൗഷസ്. കമാൺ, എല്ലാ കണ്ണുകളും അടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു വലിയ ദൈവശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ ആഞ്ഞടിക്കും. അനുഗ്രഹത്തിൻ്റെ ഒരു ശക്തി, അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശക്തി. ഓ റാൽബാഷയിലേക്ക് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശക്തി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശക്തി എന്നെ തൊടും. പറഞ്ഞേ, എന്നെ തൊടും, എന്നെ തൊടും. ഫാദർ ഈ സന്തോഷം എന്ത് എന്നറിഞ്ഞിട്ട് നാളുകളായ ചില വ്യക്തികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ മേൽ ആ ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ പുതപ്പ് നിങ്ങളുടെ മേൽ കർത്താവ് പകരുകയാണ്. അവൻ പുതയ്ക്കുന്ന പോലെ, ദൈവസാന്നിധ്യം എന്ന് പുതയ്ക്കുന്നത് പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തണുപ്പ് ചിലരുടെ മേൽ ഇന്ന് രാത്രിയിൽ അവരനുഭവിക്കും. ദൈവം എന്നോട് പറയുന്നു, ഒരു തണുത്ത അനുഭവം. Feel the presence of God right now. Sharalara mahatiya riyakadala mahadivalava. ദൈവസ്പർശനം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ഫാദർ, ഐ ലവ് യു ഗാഡ്. ഷാറ്റല മാമ മാമ റിഖതല റസ്ബഹതേലി റിയാംഗോ ശഖബഹതല ലീദ്രഗ ബൗഷതര ബൗഡ. താങ്ക് യു ജീസസ്. ബ്രാറ്റയോനഫുല്ല. ദൈവം ചിലരെ നിറയ്ക്കാൻ പോകുകയാണ് ഇപ്പോൾ. അവർ വലിയ ദൈവശക്തി. ടച്ച്. ഫുൽബവ റഖതയല ബോഷന സിയാന്തരലബ റിഖതലബ. ഭയങ്കര ദൈവസാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിനകത്തുകൂടെ ഒഴുകുകയാണ്. ഭയങ്കര ദൈവസാന്നിധ്യം ഒഴുകുകയാണ്. ഹൃദയം തകർന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. മനസ്സ് തകർന്ന് നിന്നെ ഇന്ന് കർത്താവ് കെട്ടടിച്ചു പുറത്തു കൊണ്ടുവരും. നിന്നെ ഇന്ന് യൂട്യൂബിൽ എന്നെ കാണുന്ന ദൈവമക്കളെ, ജയ ശശി, നിഷ രാജേഷ്, ശൈലജ സുന്ദർ, ഷീജ, ഒരു കെട്ടടിച്ച ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. വാസ്തവമായി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചേ. അപ്പച്ച എന്നെ തൊടണമെന്നൊന്ന് പറഞ്ഞേ. കർത്താവ് എന്നോട് പറയുന്നു, ഈ പുറപ്പാടുമായി ബന്ധപ്പെട്ട്, യാത്രകളുമായി ബന്ധപ്പെട്ട് തടസ്സത്തിലിരിക്കുന്ന യാത്രകൾ, വിവാഹം, വീട് പണി, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇങ്ങനെയുള്ള ഒരു മൂവിങ്ങുമായി ബന്ധപ്പെട്ട് ചലനങ്ങൾ നടക്കേണ്ട മേഖലകളുമായി ബന്ധപ്പെട്ട് സ്തംഭിച്ചിരിക്കുന്ന വിഷയവുമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു, ഒരു ബ്രേക്ക് ത്രൂ നിന്റെ ലൈഫിൽ ഇന്ന് നടക്കാൻ പോകുന്നു. ഒരു ബ്രേക്ക് ത്രൂ ഇന്ന് നടക്കാൻ പോവുക. വിശ്വസിച്ചോ? എന്നോട് കർത്താവ് പറയുന്നു, ചേരാത്ത ചില വ്യക്തികൾ, മീൻസ് ഒരു ഭവനത്തിൽ നിൽക്കുന്നു, പക്ഷേ രണ്ട് രാജ്യങ്ങൾ പോലെ, ശത്രു രാജ്യങ്ങൾ പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ്, അങ്ങനെയുള്ള ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ യൂണിറ്റിയെ തകർക്കുന്ന, ഐക്യതയെ തകർക്കുന്ന ആ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്ത് മാറ്റുന്നു.
നിങ്ങളുടെ യൂണിറ്റി തകർക്കുന്ന, ഭവന അന്തരീക്ഷത്തിലെ സമാധാനം പോലും തകർത്ത് കളയുന്ന, എന്നാൽ നിങ്ങൾക്ക് അടർത്തി മാറ്റാൻ കഴിയാത്ത ബന്ധങ്ങൾ, നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ, അതിനകത്ത് യൂണിറ്റിയെ തകർക്കുന്ന സ്പിരിറ്റിനെ ദൈവം ഇന്ന് രാത്രി ചിതറിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര ഡെലിവറൻസുകൾ ഇതിനകത്ത് നടക്കുന്നു. ഡ്രൈ ഹാൻഡ്, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പരാജയത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടട്ടെ. പിതാവെ, തൃക്കൈയിൽ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. ഇവർ കൊതിയോടെ ദൈവസന്നിധിയിലിരിക്കുന്നു. ഇവരെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചാട്ട്, ഇവരെ ദൈവം ബലപ്പെടുത്തിയിട്ട് ഇന്ന് രാത്രി സൗഖ്യങ്ങൾ ആരംഭിക്കട്ടെ. ഇതിനകത്ത് ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ ആഴമായി ഇറങ്ങുകയാണ്. ആഴമായി നീ ഒരു അനുഗ്രഹമായി മാറും. നീ ഒരു ശപിക്കപ്പെട്ടവനാന്ന് പറയുന്നതിന്റെ നടുവിൽ നീ ഒരു അനുഗ്രഹമായി ദൈവം നിന്നെ മാറ്റും. നീ വീട്ടിന്റെ ശാപമാന്ന് പറഞ്ഞ സ്ഥാനത്ത് നീയാ ഞങ്ങളുടെ അനുഗ്രഹമെന്ന് പറയും. ഈ കുടുംബജീവിതത്തിന്റെ താളം തെറ്റിയ അവസ്ഥകളെ ഒക്കെ കർത്താവ് കാണിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ താളപ്പിഴകളെ തന്നെ എടുത്തു മാറ്റുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവരെ അനുഗ്രഹിച്ചാണ്, ഇവരുടെ ജീവിതത്തിൽ ഒരു നന്മ കൊടുത്താണ്. ഈ സന്ദേശം അനേകരെ കർത്താവെ തൊട്ട് അവർ ദൈവത്താൽ സ്പർശിക്കപ്പെടട്ടെ, ദൈവത്താൽ അവർ മാനിക്കപ്പെടട്ടെ. ഇവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് 2 നേരവും ദൈവവചനം ഈ ഗ്രൂപ്പിലൂടെ, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് സർവീസ് ഉണ്ട്. ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് മുഖേനയും അയക്കാം, ഫോൺ കോൾ വഴി നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. ഫോൺ കോളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവൈലബിൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യും, പ്രാർത്ഥിക്കും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ ജീവിതം തന്നെ കർത്താവ് ചേഞ്ച് ചെയ്യും, ഞാൻ ഉറപ്പ് തരുന്നു. ഒപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു മിനിസ്ട്രിയെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഓഫറിങ്സ് നിങ്ങൾ സെൻഡ് ചെയ്ത് ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ കയ്യിൽ തന്നെ കർത്താവ് ഏൽപ്പിക്കും. എവിടെയും നഷ്ടപ്പെട്ടു പോകയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുക, ദൈവരാജ്യത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കുന്നത് നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് അനുഗ്രഹമാകുമ്പോഴാണ്. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കുകയും ദൈവം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കൃപയും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടും ഇന്നുമെന്നും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയ നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. ഇത്രയും സമയം ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കൾക്കും, സൂമിൽ ഞങ്ങളോട് ആമേൻ ജോയിൻ ആയിരുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് എല്ലാ നന്മകളും വരുത്തട്ടെ. യൂട്യൂബിൽ ഇത്രയും സമയം ഞങ്ങളോടുകൂടെ ആയിരുന്ന ദൈവമക്കളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ എല്ലാം ദൈവം ആശീർവദിക്കട്ടെ. ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങളും ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞാനും ചോദിക്കുന്നു. ഗോഡ് ബ്ലസ് യു. See you.